ഇന്നത്തെ അനുസ്മരണ പ്രസംഗം നടത്തുന്നത് റമ്പാച്ചൻ്റെ ഉറ്റ സുഹൃത്തും നമ്മുടെ KG കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പളും ഒക്കെ ആയിരുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓണാട്ട് സാറാണ്. സാറിനോട് ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ അത് സ്വീകരിക്കുകയും ഓർമ്മ വെച്ച് ഞാനിവിടെ ആയിരിക്കുന്ന സമയത്തെല്ലാം പ്രത്യേകമായി നോക്കുമ്പോൾ എല്ലാ മാസവും ഒരിക്കലെങ്കിലും സാറ് ഇവിടെ വന്ന് പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെയും പാറാട്ട് തിരുമേനിയുടെയും റമ്പാച്ചൻ്റെയും കബറിങ്കൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ചിത്രം എപ്പോഴും കാണുവാറുണ്ട്. അതനുസരിച്ച് ഇന്നത്തെ ദിവസത്തെ അനുസ്മരണ പ്രസംഗത്തിനായിട്ട് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ ഏറ്റെടുക്കുകയും ഇവിടെ കടന്നു വരികയും ചെയ്തു. വളരെ അധികം തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഒരു അലംഭാവവും അല്ലെങ്കിൽ ഒരു ഉദാസീനതയും ഒന്നും വരുത്താതെ നേരത്തെ തന്നെ കടന്നു വന്ന അന്നിനായ ഏറ്റവും ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യൻ സാറിനെ അനുസ്മരണ പ്രസംഗത്തിനായിട്ട് പ്രത്യേകമായത് സ്വാഗതം ചെയ്തോളൂ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ തിരുമേനി, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, സമാരാധ്യരെ, സ്നേഹിതരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം. There was a man sent from God. His name was John. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേര്. നമ്മളൊക്കെ ദൈവം അയച്ചിട്ട് വന്നവർ തന്നെയാണ്. പക്ഷേ വിശേഷവിധിയായി അയക്കപ്പെട്ട ചിലരുണ്ട്. അങ്ങനെയുള്ള ഒരു ജന്മമായിരുന്നല്ലോ നമ്മളിന്ന് അനുസ്മരിക്കുന്ന യോഹന്നാൻ റമ്പാച്ചൻ്റേത്. സെപ്റ്റംബർ മാസം 12-ാം തീയതി വന്യ റമ്പാച്ചൻ ദിവംഗതനായി. 2010 സെപ്റ്റംബർ 12-ാം തീയതി ഇതുപോലെയുള്ള ഓർമ്മ പെരുന്നാൾ ഇവിടെ നടക്കുന്നതിന് മുന്നോടിയായിട്ട് അഭിവന്യ ഈവാനിയോസ് തിരുമേനി എന്നെ വിളിച്ചു ഇങ്ങോട്ട്. 2-ാം ഓർമ്മ പെരുന്നാളിൻ്റെ അനുസ്മരണം ഞാൻ നടത്തണമെന്ന് നിർദ്ദേശിച്ചു. അപ്പം ഞാനൊന്ന് പകച്ചു. കാരണം ഒന്നാമത്തത്, റമ്പാച്ചൻ്റെ കൂടെ 7 കൊല്ലം അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായി മകനായി കൂടെ നടന്ന ഒരാളാണ് ഞാൻ. 2001 മുതൽ 8 വരെയാണ് പാമ്പാടി കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് ഞാൻ ജോലി ചെയ്തത്. ആ കാലമൊക്കെയും ഒരു സന്തത സഹചാരിയായിട്ട് റമ്പാച്ചൻ്റെ കൂടെ എല്ലായിടത്തും പോകാനൊക്കെ ധാരാളം അവസരങ്ങൾ കിട്ടിയ ഒരാൾ വളരെ സബ്ജക്റ്റീവായിട്ട് സംസാരിച്ചു പോകില്ലേ എന്നുള്ളതായിരുന്നു ഒരു ആകുലത. 2, അന്ന് 2010 നവാഭിഷിക്തരായ 7 മെത്രാപ്പോലീത്തന്മാർക്ക് ഇവിടെ സ്വീകരണം കൂടിയാണ്. അപ്പോൾ ഈ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ റമ്പാച്ചനെ അനുസ്മരിക്കാൻ ഞാൻ മതിയാകുമോ എന്ന് തിരുമേനിയോട് ചോദിച്ചപ്പോൾ മതിയാകും എന്ന് പറഞ്ഞു. അങ്ങനെ അന്നൊരവസരം തന്നതോർക്കുന്നു. 15 വർഷങ്ങൾക്ക് ശേഷം അഭിവന്യ ദിയസ്കോറോസ് തിരുമേനിയും അനൂപച്ചനും ഈ ഒരു ദൗത്യം എനിക്ക് ഏൽപ്പിച്ചു തന്നതിൽ ഉള്ള നന്ദിയും കടപ്പാടുമൊക്കെ ഞാൻ അറിയിക്കുകയാണ്. ഡൽഹിയിലെ പ്രസിദ്ധമായ കുത്തബ് മീനാർ നമുക്കൊക്കെ പരിചിതമാണ്. തൊട്ടടുത്ത് ഒരു സൂര്യ ഘടികാരമുണ്ട്, സൺഡയൽ. സാൻഡേഴ്സൺ സൺഡയൽ എന്നറിയപ്പെടുന്ന ഈ സൂര്യ ഘടികാരത്തിൻ്റെ തൊട്ട് ഒരു ലത്തീൻ ഫ്രേസ് എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്: ദ ഷാഡോ പാസസ്,
but the light remains. നിഴലുകൾ നീങ്ങിപ്പോകും, പക്ഷേ വെളിച്ചം അവശേഷിക്കും. റമ്പാച്ചൻ്റെ ജീവിതം ഒരു നിഴൽ ജീവിതമായിരുന്നു. പാമ്പാടി തിരുമേനിയുടെ നിഴലായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. തിരുമേനി ജീവിച്ചിരിക്കുമ്പോഴും തിരുമേനി കാലം ചെയ്തതിന് ശേഷവും. ഉപഗ്രഹങ്ങൾക്ക് പ്രകാശമില്ല, പക്ഷേ പരിശുദ്ധ പാമ്പാടി തിരുമേനി കാലസമ്പൂർണത പ്രാപിച്ചു കഴിഞ്ഞും റമ്പാച്ചൻ പ്രകാശം വിതറിക്കൊണ്ടിരുന്നു. റമ്പാച്ചൻ്റെ ജീവിതത്തിലെ നാഴികക്കല്ലുകൾ, ജീവചരിത്ര വിശദാംശങ്ങൾ ഒന്നും ദീർഘമായി പ്രതിപാദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പാമ്പാടിക്കാർക്കൊക്കെ അറിയാം റമ്പാച്ചൻ്റെ ജീവിതയാത്ര. 1934 മലങ്കര സഭയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ വർഷമാണല്ലോ. നമുക്ക് ഒരു ഭരണഘടന നിലവിൽ വന്ന വർഷം. ആ വർഷം റമ്പാച്ചൻ ഭൂജാതനായി. പോരാളൂർ പുത്തൻപുരയിൽ കുര്യൻ ചാണ്ടി അന്ന ദമ്പതികളുടെ 5 ആൺമക്കളിൽ 4-മനായിട്ടാണ് അദ്ദേഹം ജനിച്ചതെന്നുള്ളത് നമുക്കറിയാം. 1951 അന്ന് 15-16 വയസ്സേ ഉള്ളൂ റമ്പാച്ചന്. പാമ്പാടി MGM സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ഒരു ശനിയാഴ്ച പാമ്പാടി ദയറായിലേക്ക് യോഹന്നാച്ചൻ കടന്നു വന്നു. പിറ്റേന്ന് ഞായറാഴ്ച പരിശുദ്ധ പാമ്പാടി തിരുമേനിയോടൊപ്പം വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷകനായി മദ്ബഹയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വന്നതാണ്. അങ്ങനെ 1951 15-16 വയസ്സിൽ ഇവിടേക്ക് കടന്നു വന്ന റമ്പാച്ചൻ തുടർന്നുള്ള 58 കൊല്ലം ഈ ദയറായിലാണ് വളർന്നത്, അന്തിയുറങ്ങിയത്, ഒടുവിൽ നിത്യനിദ്രയിലേക്ക് വഴുതി വീണതും. സ്കൂളിൽ പോകണം, അതിനായിട്ട് വീട്ടിലേക്ക് മടങ്ങണമെന്നൊക്കെ പല പ്രാവശ്യം യോഹന്നാച്ചൻ പറഞ്ഞു. പക്ഷേ തിരുമേനി പറഞ്ഞു, നീ ഇവിടെ തന്നെ പാർക്കുക, ഇവിടെ നിന്ന് സ്കൂളിൽ പോവുക. സ്കൂൾ ഫൈനൽ പരീക്ഷ കഴിയുമ്പോൾ CMS കോളേജിൽ പോയി ഉന്നത വിദ്യാഭ്യാസം ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു യോഹന്നാച്ചൻ. പക്ഷേ തിരുമേനി ആഗ്രഹിച്ചതൊന്നുമായിരുന്നില്ല. എന്നെ യൂഹാനോൻ മൽപ്പാൻ്റെ അടുത്തയച്ച് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. സുറിയാനി, എക്കാറ സംഗീതം, ആരാധനാമുറകൾ, ഇതൊക്കെ പഠിപ്പിച്ചു. 1954 ഷമ്മാശനാക്കി. 1957 ജനുവരി മാസം 26-ാം തീയതി വൈദിക പട്ടം കൊടുത്തു. വൈദിക പട്ടം ലഭിക്കുന്നതിന് മുമ്പ് ഇടവകപ്പട്ടക്കാരനാവണ്ടേ? പാമ്പാടി പള്ളിയിലെ വൈദിക ശുശ്രൂഷകരുടെ നിരയിലേക്ക് ഒരാളായിട്ട്, ഒരു നല്ല വൈദികനായിട്ട് അങ്ങോട്ട് ചാർജ് എടുക്കണ്ടേ എന്നൊക്കെ പലരും സന്ദേഹം പ്രകടിപ്പിച്ചുവെങ്കിലും തിരുമേനി പറഞ്ഞു, ഇത് പാമ്പാടിക്കാരുടെ പേർക്കല്ല, എൻ്റെ സ്വന്തം ആവശ്യത്തിനാണെന്ന്. തിരുമനസിൻ്റെ സന്തത സഹചാരിയായി, ശുശ്രൂഷകനായി, സെക്രട്ടറിയായി അങ്ങനെ റമ്പാച്ചൻ ഇവിടെ തുടരുകയായിരുന്നുവല്ലോ. 1983 പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവ റമ്പാൻ സ്ഥാനത്തേക്ക് PC യോഹന്നാൻ അച്ഛനെ ഉയർത്തി. നമ്മളിൽ പലരും ആ ചടങ്ങൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് റമ്പാച്ചൻ ബാവ തിരുമേനിയോട് ഉണർത്തിച്ചു, ഇവിടെ പ്രസ്ഥാനങ്ങളുണ്ട്, കോളേജ് അങ്ങോട്ട് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ, അത് വളർത്തി വലുതാക്കണം. ഒരു സ്കൂള്, അതൊരു വലിയ സ്വപ്നമാണ്. ഇവിടെ കുറേ
പ്രസ്ഥാനങ്ങളുണ്ട്, അഭയഭവനും ബാലഭവനുമൊക്കെ. ഇതൊക്കെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ സന്യസ്തനായിട്ട് ഇവിടെ അടങ്ങിയിരുന്നാൽ ഒന്നും നടക്കില്ല. പണം വരില്ല, ആളുകൾ വരില്ല, പ്രസ്ഥാനങ്ങൾ വളരില്ല. ബാവാ തിരുമേനി അനുവാദം കൊടുത്തു. ഓടി നടന്ന് പ്രവർത്തിക്കേണ്ടതൊക്കെ പ്രവർത്തിച്ച് മുമ്പോട്ട് ഈ പ്രസ്ഥാനങ്ങളെ കൊണ്ടുപോകാനുള്ള അനുവാദം കൊടുത്തതും ചിലർക്കെങ്കിലുമൊക്കെ അറിയാം. വൈദിക സ്ഥാനലബ്ധിയുടെ കനക ജൂബിലിയും റംബാൻ സ്ഥാനലബ്ധിയുടെ രജത ജൂബിലിയും പാമ്പാടി KG കോളേജിൻ്റെ രജത ജൂബിലിയും BMM സ്കൂളിൻ്റെ രജത ജൂബിലിയും ഒക്കെ റംബാച്ചൻ്റെ നേതൃത്വത്തിൽ ഭംഗിയായി ആഘോഷിച്ചു. ഒടുവിൽ 2008 സെപ്റ്റംബർ 12 ഉറക്കം, ഒരിക്കലും ഉണരാത്ത ഉറക്കം. സെപ്റ്റംബർ 17 കബറടക്ക ശുശ്രൂഷ നടന്നതിന് ഞാനും നിങ്ങളും സാക്ഷികളാണ്. പല ക്രൈസ്തവ സഭകളിലെയും നമ്മുടെ സഭ ഉൾപ്പെടെ മേൽപ്പട്ടക്കാർക്ക് പോലും ലഭിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കബറടക്കം, അതൊക്കെ റംബാച്ചൻ തികച്ചും അർഹതപ്പെട്ടിരുന്നുവെന്നുള്ളത് നമ്മളൊക്കെ തൊട്ടറിയുന്ന പരമാർത്ഥമാണ്. മലങ്കര സഭയുടെ ചരിത്രത്തിൽ മെത്രാപ്പോലീത്തന്മാരെ പോലും നിഷ്പ്രഭരാക്കിയ 3-4 റംബാന്മാരുണ്ടായിരുന്നു. കായംകുളം ഫിലിപ്പോസ് റംബാനെ പറ്റി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ബൈബിൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പ്രതിഭാശാലി. അദ്ദേഹത്തെ വായിച്ചറിയാത്തവരില്ല മലങ്കര സഭയിൽ. മാളികയിൽ MC കുറിയാക്കോസ് റംബാനെ ധാരാളമായിട്ട് നമ്മളൊക്കെ അറിയും. സഭാ സെക്രട്ടറി ആയിരുന്നു, ഗ്രന്ഥകാരനായിരുന്നു, പഴയ സെമിനാരി മാനേജരായിരുന്നു. ഒത്തിരി പ്രശസ്തി അദ്ദേഹത്തിനുണ്ട്. മൈലപ്ര PI മാത്യൂസ് റംബാച്ചനെ പറ്റി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഭക്തി ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃകയായിട്ട് ഇന്നും അദ്ദേഹത്തെ എടുത്തു കാട്ടുന്നവർ ധാരാളമുണ്ട്. ആ ഗണത്തിൽ മെത്രാപ്പോലീത്തന്മാരെയൊക്കെ പോലും നിഷ്പ്രഭരാക്കിയ റംബാന്മാരുടെ ഗണത്തിൽ നമുക്കെല്ലാം വളരെ പരിചയമുള്ള ആളാണ് നമ്മുടെ റംബാച്ചൻ PC യോഹന്നാൻ റംബാച്ചൻ. ആ ധന്യജീവിതത്തിൽ വിളങ്ങിയിരുന്ന സ്വഭാവ സവിശേഷതകളിലേക്കൊരു തിരനോട്ടം നടത്തണമെന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ഗുരുഭക്തി. ഗുരു തിരഞ്ഞെടുത്ത ശിഷ്യനാവുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് സാധിക്കാറുള്ളൂ. നമ്മളൊക്കെ ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കുകയാണ്, ഗുരുക്കന്മാർ നമ്മളെ തിരഞ്ഞെടുക്കുകയല്ല. പക്ഷേ യോഹന്നാൻ റംബാച്ചനെ സംബന്ധിച്ചിടത്തോളം പാമ്പാടി തിരുമേനി തെരഞ്ഞു പിടിച്ച് തൻ്റെ ആവശ്യത്തിലേക്കെന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവന്ന ഒരു പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നുവല്ലോ. ആ ഗുരുവിൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന ആർദ്രതയും വിശുദ്ധിയും മനുഷ്യസ്നേഹവുമെല്ലാം കണ്ടാണ് റംബാച്ചൻ വളർന്നു വന്നത്. ഉത്കൃഷ്ടമായ ആ ഗുരുശിഷ്യ ബന്ധത്തെ ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യനച്ചൻ ആദ്യത്തെ അനുസ്മരണ പ്രസംഗത്തിൽ താരതമ്യപ്പെടുത്തിയത് പഴയ നിയമത്തിലെ ഒരു ഗുരുശിഷ്യ ബന്ധത്തോടാണ്. ഏലിയാവിൻ്റെയും ഏലീശായുടെയും ബന്ധത്തെപ്പറ്റി. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലീശ ഏലിയാവെ വിടാതെ പിന്തുടരുന്ന അനുഭവം. ഇടയ്ക്കിടയ്ക്ക് ഏലിയ ദീർഘദർശി നിരുത്സാഹപ്പെടുത്തും ശിഷ്യനെ, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു, ഞാൻ മാറിപ്പോവുകയാണ്, നീ ഇവിടെ നിന്നു എന്ന് പറയുമ്പോൾ ഏലീശ തിരിച്ചു പറയും,
യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ഓരോ സ്ഥലത്തേക്കും ഏലിയ പ്രവാചകൻ മാറി മാറി പോവുകയാണെന്ന് പറഞ്ഞു പോകും. ആ കൂടെയെല്ലാം പിൻപറ്റി കൂടെ ചെല്ലുകയാണ് എലീശ ദീർഘദർശി. ഒടുവിൽ സ്വർഗീയ ഗണം വന്ന് ഏലിയാവെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ താഴേക്ക് വീണ ഉത്തരീയം, ആ പുതപ്പെടുത്ത് ഏലീശ വെള്ളത്തെ അടിക്കുന്നതും വെള്ളം രണ്ടു വഴിയായി മാറിപ്പോകുന്നതുമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ. അതുപോലുള്ളൊരനുഭവമായിരുന്നു പാമ്പാടി തിരുമേനിയുടെയും യോഹന്നാൻ റമ്പാച്ചൻ്റെയും ഗുരുശിഷ്യ ബന്ധമെന്ന് ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യനച്ചൻ ഈ വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഏറെ അറിയപ്പെടുന്ന ഒരു പേരാണ് ഡോക്ടർ സാമുവൽ ജോൺസൻ്റേത്. ഡോക്ടർ ജോൺസൺ ഇംഗ്ലീഷിലെ ആദ്യത്തെ ലെക്സിക്കോഗ്രാഫറാണ്, ആദ്യത്തെ ഡിക്ഷണറി തയ്യാറാക്കിയ ആളാണ്, നിഘണ്ടു രചയിതാവാണ്, കവിയാണ്, പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ഏറ്റവും പ്രശസ്തമായ ഒരു ജീവചരിത്രം, ലൈഫ് ഓഫ് ജോൺസൺ. അതെഴുതിയ ജെയിംസ് ബോസ്വെൽ എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ 20 വർഷം ഡോക്ടർ ജോൺസന്റെ കൂടെ നടന്നിട്ടാണ് എഴുതിയത് ഈ പുസ്തകം. ഡോക്ടർ ജോൺസന്റെ നിഴലായിട്ട് 20 വർഷം ഊണിലും ഉറക്കത്തിലുമെല്ലാം അദ്ദേഹത്തെ അനുധാവനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ നോക്കി കണ്ടു പഠിച്ച കാര്യങ്ങളാണ് ജെയിംസ് ബോസ്വെൽ ലൈഫ് ഓഫ് ജോൺസൺ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ എഴുതിയത്. അതുപോലെയുള്ളൊരു ബന്ധമായിരുന്നു PC യോഹന്നാൻ റമ്പാച്ചന് പരിശുദ്ധ പാമ്പാടി തിരുമേനിയോടുണ്ടായിരുന്നത്. ജീവനോടിരിക്കുമ്പോൾ 15 വർഷം കൂടെ നടന്നു ശുശ്രൂഷിച്ചു. പാമ്പാടി തിരുമേനി സ്വർഗസ്ഥനായതിനു ശേഷം 43 വർഷങ്ങൾ കൂടി ഈ ദയറായിൽ അദ്ദേഹം ജീവിച്ചു. അങ്ങനെ 58 വർഷം. ഈ 58 വർഷം കൊണ്ട് റമ്പാച്ചൻ ഏറെ വളർന്നു, ഏറെ അറിയപ്പെട്ടു, ഏറെ മാനിക്കപ്പെട്ടു. പക്ഷേ എല്ലാം ദൈവത്തിനും ഗുരുവിനും സമർപ്പിച്ചു എന്നുള്ളത് ഞാനും നിങ്ങളും അറിയുന്ന കാര്യമാണല്ലോ. ഖബറിങ്കിലെ ധൂപപ്രാർത്ഥനയും തിരികത്തിക്കലുമൊക്കെ ഒരു കാരണവശാലും മുടങ്ങിപ്പോകരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നത് പാമ്പാടി കോളേജിൻ്റെ ഒരു ദുർദശയെ പറ്റിയാണ്. പാമ്പാടി കോളേജ് കടക്കണിയിൽ വീണ ഒരു അവസരത്തെപ്പറ്റി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ ബൃഹത്തായ ഒരു ഓഡിറ്റോറിയമൊക്കെ പണിതു. ആ കാലത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രീ ഡിഗ്രി വിയോജനമുണ്ടായി. പാമ്പാടി KG കോളേജിൻ്റെ പ്രശസ്തി മുഴുവൻ ഒരു പ്രീ ഡിഗ്രി കോളേജ് എന്ന നിലയ്ക്കായിരുന്നു. പ്രീ ഡിഗ്രി ബാച്ചുകൾ മാറ്റപ്പെട്ടു. ഡിഗ്രി വളരെ ചുരുക്കമാണ്, ഡിഗ്രി PG. ഞാൻ 2001 ചുമതലയേൽക്കുമ്പോൾ കഷ്ടിച്ച് 300 കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കടം. ഇത് വലിയ മനപ്രയാസം റമ്പാച്ചനുണ്ടാക്കി. കോടതി കേസ് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ സാറിനെ വിഷമിപ്പിക്കത്തില്ല, സാർ ഇതിനൊന്നും ഉത്തരവാദിയല്ല, അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം. കേസ് വന്നു, എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകട്ടെ. പക്ഷേ എനിക്കൊന്നേ സങ്കടമുള്ളൂ, ഈ ഖബർ വിട്ട് എനിക്കൊരു ജീവിതമില്ല. ഏതായാലും ആ കേസൊക്കെ തീർത്തു രമ്യമായി പരിഹരിച്ചു. കുറച്ച് രൂപയൊക്കെ കോൺട്രാക്ടർക്ക് കൊടുത്ത് തൽക്കാലം അതവിടെ അവസാനിപ്പിച്ചു. പക്ഷേ റമ്പാച്ചൻ വേണ്ടി വന്നാൽ അതിനുവേണ്ടി ജയിലിൽ പോകാനും സന്നദ്ധനായിരുന്നു. ഒരേ ഒരു കാര്യമാണ് അദ്ദേഹത്തെ വിഷമിപ്പിച്ചിരുന്നത്, ഈ ഖബറിങ്കിലെ ധൂപാർപ്പണവും തിരികത്തിക്കലുമൊക്കെ ഞാൻ ചെയ്താലേ എനിക്കൊരു സമാധാനമുള്ളത്, മുടങ്ങിപ്പോകരുത് എന്ന ഒരു ആഗ്രഹം മാത്രമാണ് അദ്ദേഹത്തിന് അവശേഷിച്ചിരുന്നത്. ഒത്തിരി അനുമോദനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഓർഫനേജ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വളരെയധികം
ആളുകൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. പൗരോഹിത്യത്തിൻ്റെ ജൂബിലിയും റംബാൻ സ്ഥാനത്തിൻ്റെ ജൂബിലിയും ഒക്കെ ആഘോഷിച്ചപ്പോൾ ഒത്തിരി പേര് അഭിനന്ദനങ്ങളുമായിട്ട് കടന്നു വന്നപ്പോഴെല്ലാം അദ്ദേഹം പറയുമായിരുന്നുവെല്ലാം പാമ്പാടി തിരുമേനിയുടെ അനുഗ്രഹം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുഭക്തി. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു സ്വഭാവ സവിശേഷത പരോപകാര തൽപരതയാണ്. സാധാരണ കുടുംബത്തിൽ പിറന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ഇല്ലവല്ലായ്മകളൊക്കെ റമ്പാച്ചൻ അറിയാമായിരുന്നു. കവി പാടിയിട്ടുണ്ടല്ലോ, ദാരിദ്ര്യമെന്നുള്ളത് അറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ. പാമ്പാടി തിരുമേനി പട്ടമേൽക്കാൻ യോഹന്നാച്ചനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന ഒരു ന്യായവാദം, വീട്ടിലെ സ്ഥിതിയൊക്കെ വളരെ മോശമാണ്, അതിനുള്ള ചുറ്റുപാടില്ല എന്ന് പറഞ്ഞു. റമ്പാച്ചൻ്റെ പിതാവിനും വൈദിക പട്ടത്തിന് മകനെ അയക്കുന്നതിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല ആദ്യകാലത്ത്. കാരണം സ്കൂൾ വിട്ടു വന്നാൽ കന്നുകാലികളുണ്ട്, അതിനൊക്കെ പുല്ലരിയാൻ പോകണം. അപ്പോൾ പാമ്പാടി തിരുമേനിയോട് ഉണർത്തിച്ചു, വീട്ടിൽ പട്ടമേൽക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടുകളില്ല. ഉടനെ തിരുമേനിയുടെ മറുപടി എനിക്കും അതേ സ്ഥിതിയായിരുന്നുവെന്നുള്ളതാണ്. തിരുമേനി പറഞ്ഞു, എനിക്ക് കമ്മീസുള്ളപ്പം കാൽക്കുപ്പായമുണ്ടായിരുന്നില്ല, കാൽക്കുപ്പായമുള്ളപ്പോൾ കമ്മീസ് ഉണ്ടായിരുന്നില്ല, ദൈവം നടത്തും. ആ ഒരു ധൈര്യത്തിലാണ് റമ്പാച്ചൻ പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്നത്. ആ കാലത്തൊക്കെ ദയറായിലെ സ്ഥിതിയൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. പൊട്ടൻചേട്ടൻ പലപ്പോഴും ബഹളം വെക്കും. അവസാനത്തെ അരിമണി പോലും തിരുമേനി വരുന്ന യാചകർക്കും ആവശ്യക്കാർക്കുമൊക്കെ വാരിക്കോരി കൊടുക്കും. പണപ്പെട്ടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പെറുക്കി കൊടുക്കും. അന്നന്നത്തെ നിത്യനിദാനത്തിന് പലപ്പോഴും ഇവിടെ വകയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പൗരോഹിത്യ ശ്രേണിയിലേക്ക് തന്നെ വിളിക്കുന്നത്. അപ്പോൾ അല്പം തീർച്ചയായിട്ടും പരിഭ്രമിച്ചിട്ടുണ്ടാവും റമ്പാച്ചൻ. പ്രാവിന് മാത്രമല്ല, കാക്കയ്ക്ക് കൂടി തിരുമേനി അരിമണികൾ വാരി വിതറി കൊടുക്കും. ആരെങ്കിലും എതിർത്താൽ പറയും, ഏലിയാവിനെ തീറ്റിപ്പോറ്റിയത് കാക്കകളല്ലേ, അവർക്കും ഇരിക്കട്ടെ എന്ന്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ കൂടെ ഈ വർഷങ്ങളെല്ലാം ചിലവഴിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട്, ദുർബല വിഭാഗങ്ങളോടൊക്കെ ഒരു വലിയ ചായ്വ് റമ്പാച്ചനുണ്ടായി. അനാഥാലയങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുമതലയിലായപ്പോൾ ഓർഫനേജ് ഫെസ്റ്റൊക്കെ നടത്തുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പാമ്പാടി കോളേജിൽ വെച്ചും ബസേലിയസ് കോളേജിൽ വെച്ചുമൊക്കെ അനാഥാലയങ്ങളിലെ കുഞ്ഞുങ്ങളുടെ വലിയ വലിയ മത്സരങ്ങൾ, യൂത്ത് ഫെസ്റ്റിവൽ പോലെ ഉജ്ജ്വലമായ മത്സരങ്ങളൊക്കെ നടത്തും റമ്പാച്ചൻ. എന്നിട്ട് അവരോട് പറയാതെ പറയും, നിങ്ങൾ അനാഥരല്ല സനാഥരാണെന്ന്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. ആശാകിരൺ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും ഒടുവിലുണ്ടായ ഒരു സ്ഥാപനമാണ്. 2003, 2004 കാലഘട്ടത്തിലാണ് ആശാകിരണ് തുടക്കമിടുന്നത്. HIV അഥവാ എയ്ഡ്സ് ഒരു വലിയ ദുരന്തമായിട്ട് ലോകത്തെ മുഴുവൻ ഗ്രസിച്ചു തുടങ്ങുന്ന ആദ്യ നാളുകളിൽ HIV ബാധിതരായ ആളുകളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഒരു സ്ഥാപനമുണ്ടാവണമെന്ന് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചു. ആ ഇടയ്ക്കൊരു പശ്ചാത്തലം ഒരുങ്ങി. ജീവിതത്തിൽ തറപറ്റി ആത്മഹത്യാ മുനമ്പിൽ എത്തിയിരുന്ന ഒരു കുടുംബം ഈ ഖബറിൽ ആശ്വാസം തേടിയെത്തിയപ്പോൾ റമ്പാച്ചൻ അവരെ ചേർത്ത് പിടിച്ച ഖബറങ്കൽ നിർത്തി പ്രാർത്ഥിച്ച് അവർക്ക് ഒത്തിരി ആത്മവീര്യം പകർന്നു കൊടുത്തു. കാലക്രമത്തിൽ അവരുടെ ബിസിനസ്സൊക്കെ അവർ തിരിച്ചു പിടിച്ചു. അവരുടെ അധോഗതിയൊക്കെ മാറി. ഒരു ദിവസം
ആ കുടുംബത്തിലെ സ്ത്രീ ഒരു പത്രക്കടലാസിൽ പൊതിഞ്ഞ് 2.5 ലക്ഷം രൂപ കൊണ്ട് റമ്പാച്ചൻ്റെ കാൽക്കൽ വെച്ചു. റമ്പാച്ചൻ ഇഷ്ടമുള്ളത് ഇതുകൊണ്ട് ചെയ്തോളാൻ പറഞ്ഞു. ആ പൊതിക്കെട്ടുമായിട്ട് കോളേജിൽ വരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സാറിൻ്റെ അഭിപ്രായം എന്താ, ഞാൻ ഇത് വെച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, റമ്പാച്ചൻ്റെ കാറ് പൊട്ടിപ്പൊളിഞ്ഞില്ലേ, ഒത്തിരി പഴക്കായില്ലേ, നമുക്കൊരു പുതിയ കാറ് വാങ്ങിക്കാം. റമ്പാച്ചനൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, കാറൊക്കെ ഇതുള്ളത് തന്നെ മതി. നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നില്ലേ, ഈ എയ്ഡ്സ് രോഗികളുടെ, എയ്ഡ്സ് ബാധിക്കാത്ത മക്കളൊക്കെ വലിയ ദുരിതത്തിലാണ്, നമുക്കൊരു സെൻറ്റർ ഉണ്ടാക്കണം. അങ്ങനെയാണ് ആശാകിരണിനെ പറ്റി റമ്പാച്ചൻ ആലോചിച്ചത്. കാഞ്ഞിരപ്പള്ളി പിതാവിൻ്റെ അടുക്ക പോകുമ്പം എന്നെയും കൂട്ടിക്കൊണ്ടൊക്കെ പോയി. ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ റമ്പാച്ചൻ അതിൻ്റെ സെക്രട്ടറിയായി. ബഹുമാനപ്പെട്ട പായിക്കാട്ട് സാറിനെയും എന്നെയും ജോയിൻറ്റ് സെക്രട്ടറിമാരായിട്ട് നിയോഗിച്ചു. ഒത്തിരി അതിൻ്റെ പിന്നാലെ റമ്പാച്ചൻ അലഞ്ഞു. ഏറെ മനക്ലേശവും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഏതായാലും ആ പ്രസ്ഥാനം ഉൾപ്പെടെ ഉള്ള ഒത്തിരി പ്രസ്ഥാനങ്ങൾ, അതിൽ കൂടുതലും അഗതികൾക്കും അനാഥർക്കുമൊക്കെ വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളെല്ലാം അദ്ദേഹം തുടങ്ങി വെച്ചത് തൻ്റെ ഗുരുവിൻ്റെ ഈ പാവപ്പെട്ടവരോട്, രോഗികളോട്, ഇല്ലാത്തവരോടുള്ള അദ്ദേഹത്തിൻ്റെ കരുതൽ കണ്ടിട്ടാണ്. ആ ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുത്തതായിരുന്നു ആ ഭാവം എന്നുള്ളത് അനുസ്മരിക്കുകയാണ്. മൂന്നാമത് റമ്പാച്ചനെ പറ്റി പറയുമ്പോൾ ഓർക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കർമ്മ കുശലതയാണ്. വിശ്രമമില്ലാത്ത ഓട്ടമായിരുന്നു റമ്പാച്ചൻ. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം, ഈ വ്രതങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടാണെങ്കിലും പോകേണ്ടിടത്തെല്ലാം പോകും, കാണേണ്ടവരെയൊക്കെ കാണും, കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കും. അദ്ദേഹം തികഞ്ഞ അസറ്റിക്കായിരുന്നു, പക്ഷേ ഓടി നടന്ന് വേല ചെയ്യുന്ന അസറ്റിക്കാണ്. അദ്ദേഹം ഒരുപക്ഷെ വിശ്വസിച്ചിരുന്നത് വിശുദ്ധ യാക്കോബിൻ്റെ പൊതുലേഖനം 2-ാം അധ്യായം 26-ാം വാക്യത്തിലെ പഠിപ്പിക്കലാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്ന് തിരിച്ചറിഞ്ഞ് ഓടി നടന്ന് വേല ചെയ്തു വന്യ റമ്പാച്ചൻ. കോട്ടയം ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനമായിട്ട് ഇന്ന് കോട്ടയം പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന KMG സെൻ്ററൊക്കെ പൂർത്തിയാക്കാൻ എത്രയധികം അതിൻ്റെയൊക്കെ പുറകെ ഓടി നടന്നു എന്നുള്ളതിന് ഇവിടെ ഇരിക്കുന്ന വൈദികരിൽ പലരും സാക്ഷികളാണ്. പാമ്പാടി തിരുമേനിയെ അറിയാത്ത ഇടങ്ങളിലൊക്കെ പോയി തിരുമേനിയെപ്പറ്റി ഉള്ള പവിത്ര സ്മൃതി വർണ്ണന എന്ന പേരിൽ നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചത് ഓർക്കുന്നു. അതിനൊക്കെ പിന്നാലെ ദിവസങ്ങളുടെ ഒരുക്കത്തിനായിട്ട്, ദിവസങ്ങളുടെ തയ്യാറെടുപ്പിനായിട്ടൊക്കെ റമ്പാച്ചൻ ഓടി നടന്ന് ഏറെ അധ്വാനിച്ചു. തിരുവനന്തപുരത്തും എറണാകുളത്തും നിലമ്പൂരുമൊക്കെ ഈ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അവിടെയൊക്കെ പോയി ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. 74-ാം വയസ്സിലും വിശ്രമമില്ലാത്ത ഓട്ടമായിരുന്നു. രാത്രി എത്ര വൈകിയാണ് വരുന്നതെങ്കിലും അന്നന്നത്തെ കണക്കുകളെല്ലാം എഴുതി പൂർത്തിയാക്കിയിട്ടേ ഉറങ്ങാൻ കിടക്കൂ. രോഗം, മരണം, വിവാഹം, മറ്റ് ചടങ്ങുകൾ, ഇതിനൊക്കെ ആളുകൾ വിളിക്കുമ്പോൾ എത്ര തിരക്കുകൾക്കിടയിലും അവിടെ പോകും. കുന്നംകുളം യാത്ര ഒരു മാസത്തിൽ തന്നെ 2-3 തവണ കുന്നംകുളത്തേക്ക് പോകും. കാരണം പാമ്പാടി തിരുമേനിക്ക് കുന്നംകുളംകാരുമായിട്ടൊരു സവിശേഷമായ ബന്ധമുണ്ട്. കുന്നംകുളത്ത് പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ തിരുമേനി അവിടെ പോയി പ്രാർത്ഥിച്ച് ആ വലിയ രോഗത്തിൻ്റെ വിപത്തിൽ നിന്ന് ആ നാട്ടുകാരെയൊക്കെ രക്ഷിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് കുന്നംകുളംകാർ പാമ്പാടി തയ്യാറായുമായിട്ട് ഇന്നും സജീവമായ ഒരു ബന്ധം തുടർന്നു കൊണ്ടുപോകുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ കുന്നംകുളം പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു ചടങ്ങുണ്ടെങ്കിൽ അവരൊക്കെ റമ്പാച്ചനെ വിളിക്കും, അവിടെയെല്ലാം പോകും.
അവരുടെയൊക്കെ വീട്ടിൽ കയറി ഇറങ്ങും. ഞാനും പലപ്പോഴും കൂടെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോയി ആളുകളെ കണ്ട് രോഗികളെയൊക്കെ ആശ്വസിപ്പിച്ച് പോരാൻ നേരത്ത് പുറത്തോട്ടിറങ്ങുമ്പോൾ ആ കട്ടിളപ്പടിയിന്മേൽ 3 കുരിശടയാളം വരച്ച് ഒന്ന് പ്രാർത്ഥിച്ച് പോരും. അതൊക്കെ അവർക്ക് കൊടുക്കുന്ന, അവിടുത്തെ ആളുകൾക്ക് കൊടുക്കുന്ന, അവർ മാത്രമല്ല നമ്മുടെ വീടുകളിലൊക്കെ വരുമ്പോഴും ഇറങ്ങിപ്പോകുമ്പോൾ ആ കട്ടിളപ്പടിമേൽ കുരിശടയാളം വരച്ച് നമുക്കൊക്കെ സൗഖ്യസ്പർശം നൽകിയാണ് അദ്ദേഹം മടങ്ങിയിരുന്നത് എന്നുള്ളതും മറക്കാനാവില്ല. നമുക്ക് ഓരോരുത്തർക്കും അറിയാം റമ്പാച്ചൻ നമ്മളെയൊക്കെ എത്രയധികം കരുതിയിരുന്നു, സ്നേഹിച്ചിരുന്നു എന്ന്. അതാണല്ലോ അദ്ദേഹം വാങ്ങിപ്പോയിട്ട് 17 വർഷം കഴിഞ്ഞിട്ടും ഇത്രയധികം ആളുകൾ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. റമ്പാച്ചൻ്റെ ജീവിതത്തിലെ അടുത്ത സവിശേഷത പ്രതിസന്ധികളിൽ തളരാത്ത വിശ്വാസം. വന്യറമ്പാച്ചൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. വിമർശനങ്ങളും വിവാദങ്ങളും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം. അദ്ദേഹം പറയും, കായ്ക്കുന്ന മാവിനെ ഏറെ ലഭിക്കുകയുള്ളല്ലോ, സാരയില്ല എന്ന് പറയും ഓരോ പ്രാവശ്യവും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നട്ടുനനച്ച് വളർത്തിയെടുക്കുന്നതിൻ്റെയൊക്കെ പെടാപ്പാടിനെ പറ്റി നമുക്കറിയാം. ഇതിനൊക്കെ വിഭവശേഷി വേണം. ആളുകളിൽ നിന്ന് അഡ്മിഷൻ സമയത്ത് വരുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി പൈസയൊക്കെ ചോദിക്കും, വാങ്ങിക്കും. അതൊക്കെ ഏറെ വിമർശന വിധേയമായിട്ടുണ്ട്. പക്ഷേ റമ്പാച്ചൻ്റെ ജീവിതമെന്നും സുതാര്യമായിരുന്നു. സ്വകാര്യ സമ്പാദ്യങ്ങളൊന്നും അവശേഷിപ്പിക്കാതെയാണ് അദ്ദേഹം യാത്രയായതെന്ന് നമുക്കറിയാം. റമ്പാച്ചൻ്റെ വിയോഗശേഷം അദ്ദേഹത്തിൻ്റെ അളമാരിയൊക്കെ തുറന്ന് പരിശോധിച്ചപ്പോൾ ഓരോരോ പ്രസ്ഥാനങ്ങളുടെയും പേരിൽ ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട് കണക്കെഴുതി പണം. BMM സ്കൂളിൻ്റെത്, KG കോളേജിൻ്റെത്, അഭയഭവൻ്റെത്, ബാലഭവൻ്റെത്. അതല്ലാതെ ഒരു പൈസ സ്വകാര്യ സമ്പാദ്യം മിച്ചം വയ്ക്കാതെയാണ് റമ്പാച്ചൻ കടന്നുപോയതെന്നുള്ളത് നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട പരമാർത്ഥമാണ്. കിട്ടിയതൊക്കെ അദ്ദേഹം പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ നിലനിർത്താനും ഈ പരിസരത്ത് തിരുമേനിയുടെ ഓർമ്മയ്ക്കുള്ള പ്രസ്ഥാനങ്ങളൊക്കെ കെട്ടിപ്പടുക്കാനുമാണ് ചെലവഴിച്ചത് എന്നുള്ളത് നമ്മളെല്ലാവരും അറിയുന്ന പരമാർത്ഥമാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ കാര്യവിചാരകത്വം. ഏറ്റവും ഒടുവിൽ റമ്പാച്ചൻ്റെ സഭൈക്യ പ്രസ്ഥാനങ്ങളിലുള്ള താല്പര്യം. പലരും എക്യൂമിനിസത്തെ പുച്ഛിക്കാറുണ്ട്. എക്യൂമിനിസം, സഭൈക്യ പ്രസ്ഥാനം വെറുമൊരു കാപട്യമാണെന്ന് പറഞ്ഞതിനെ തള്ളിപ്പറയുന്നവരുണ്ട്. വിഭിന്ന ക്രൈസ്തവ വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിച്ച് പിണങ്ങിയും വഴക്കടിച്ചും കഴിയുന്നത് റമ്പാച്ചനെ ഒത്തിരി ദുഃഖിപ്പിച്ചിട്ടുണ്ട്. റമ്പാച്ചൻ എല്ലാ മതവിഭാഗങ്ങളുമായിട്ടും എല്ലാ സഭാവിഭാഗങ്ങളുമായിട്ടുമൊക്കെ നല്ല ചേർച്ചയിലാണ് കഴിഞ്ഞിരുന്നത്. എല്ലാവർക്കും റമ്പാച്ചൻ സ്വീകാര്യനായിരുന്നു. കത്തോലിക്ക മാർത്തോമ അരമനകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പം പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ ലഭിച്ച സ്വീകരണം എത്ര ഊഷ്മളമായിരുന്നുവെന്ന് എനിക്കറിയാം. അതുപോലെ അദ്ദേഹം ദിവംഗതനായി കബറടക്ക ശുശ്രൂഷയ്ക്ക് ഒക്കെയുള്ള തയ്യാറെടുപ്പിൻ്റെ ദിവസങ്ങളിലും കബറടക്കത്തിൻ്റെ ദിവസവുമൊക്കെ എത്ര സഭാവിഭാഗങ്ങളിൽ നിന്ന് മതമേധ്യക്ഷന്മാരൊക്കെ എവിടെ നിന്നൊക്കെ വന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ എക്യൂമെനിക്കൽ ദർശനത്തിൻ്റെ ഒരു വലിയ അംഗീകാരമായിട്ട് കൂടി ഞാൻ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ 40-ാം ദിവസം ആചരിച്ചപ്പോൾ മലയാള മനോരമ ഒരു സപ്ലിമെൻ്റ് ഇറക്കി. മലങ്കര സഭയിലെ എന്നല്ല, ഒരു സഭയിലെയും ഒരു സന്യസ്തൻ്റെയും 40-ാം ദിവസത്തിന് മനോരമ ഒരു സപ്ലിമെൻ്റ് ഇറക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ റമ്പാച്ചൻ്റെ 40-ാം ദിവസത്തിന് ഒരു സപ്ലിമെൻ്റ് ഇറക്കി. അന്ന് NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന PK നാരായണ പണിക്കർ സാറിൻ്റെ ഒരു ലേഖനം വേണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ
അദ്ദേഹത്തെ കാണാൻ പോയത് ഞാനും ബായിക്കാട്ട് സാറുമായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അവിടെ പോയിട്ട് നാരായണപ്പണിക്കർ സാറിനോട് പറഞ്ഞപ്പോഴേ ഈ സപ്ലിമെൻറ്റിൽ ഒരു ലേഖനം റമ്പാച്ചനെ കുറിച്ച് തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ റമ്പാനച്ചനെ പറ്റിയല്ലേ, ഞാൻ എഴുതി തരാം, സമയത്തിനത് എത്തിയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അന്നത്തെ മലങ്കര മാർത്തോമാ സഭ അധ്യക്ഷൻ, നമ്മളെല്ലാവരും ഏറെ അറിയുന്ന ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത ഉജ്ജ്വലമായ ഒരു ലേഖനം എഴുതിയ സപ്ലിമെൻറ്റിൽ ഒരു റമ്പാൻ അവശേഷിപ്പിച്ച പാഠങ്ങൾ, ഒരു റമ്പാൻ അവശേഷിപ്പിച്ച പാഠങ്ങൾ, ഏറെ നാൾ ഞാൻ സൂക്ഷിച്ചു വെച്ചു ആ ലേഖനം. ഇതായിരുന്നു മറ്റ് മതങ്ങളുമായും മറ്റ് സഭാവിഭാഗങ്ങളുമായിട്ടും ഒക്കെ റമ്പാച്ചനുണ്ടായിരുന്ന ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ ആഴം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ള വളരെ ശ്രദ്ധേയമായ പരിചിതമായ ഒരു ഉദ്ധരണിയാണ് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. അടുപ്പം പുച്ഛത്തെ ജനിപ്പിക്കുന്നു. ദൂരക്കാഴ്ചയിൽ കേമന്മാരെന്ന് നമ്മളൊക്കെ തിരിച്ചറിയുന്ന പലരും അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, അവരെ അടുത്ത് പരിചയപ്പെടുമ്പോൾ അവരിൽ പലരും എത്രയോ നികൃഷ്ടരാണെന്ന് തോന്നിപ്പോകും. പക്ഷേ റമ്പാച്ചൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ അടുത്തറിഞ്ഞ് കൂടെ നടന്ന് ശുശ്രൂഷിച്ചവർക്കൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ഏറെ നിർമ്മലമായ മനസ്സിനെപ്പറ്റി. ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു നോയമ്പ് കാലത്താണ്. റമ്പാച്ചൻ്റെ കൂടെ ഞാനൊരു വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ അല്പം പായസം തന്നു. ഞാൻ വാങ്ങിച്ചു കുടിച്ചു. റമ്പാച്ചൻ നിരസിച്ചു. എനിക്കറിയാം റമ്പാച്ചന് മധുരം വലിയ ഇഷ്ടമാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാമ്പാടി തിരുമേനി മധുരപ്രിയനായിരുന്നു, തിരുമേനിയുടെ കൂടെ ജീവിച്ച് ഞാനും മധുരപ്രിയനായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുമേനി റമ്പാച്ചന് പ്രമേഹമൊന്നുമില്ല. പക്ഷേ നോയമ്പ് കാലത്ത് ഞങ്ങളൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ അല്പം പായസം തന്നപ്പോൾ ഞാനത് കയ്യോടെ വാങ്ങിച്ച് കഴിച്ചു. റമ്പാച്ചൻ നിരസിച്ചു. പുറത്തിറങ്ങി കാറേ കയറിയപ്പോൾ ഞാൻ റമ്പാച്ചനോട് ചോദിച്ചു, പായസം എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ അല്ലേ, റമ്പാച്ചന് മധുരം ഇഷ്ടമല്ലേ, പിന്നെന്താ അത് നിരസിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോയമ്പിൻ്റെ ശരിക്കുള്ള അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കണം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് വർജിക്കേണ്ടത്. അത് നോൺ വെജ് ഭക്ഷണങ്ങൾ എന്നുള്ളതല്ല അതിൻ്റെ കൺസെപ്റ്റ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വർജിക്കുമ്പോഴാണ് നോയമ്പാകുന്നതെന്ന് പറഞ്ഞു തന്ന് എൻ്റെ കണ്ണ് തുറപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ നിലമ്പൂരിലേക്ക് പോകുന്ന ഒരവസരം ഞാൻ ഓർക്കുന്നു. പാമ്പാടി തിരുമേനിയുടെ പവിത്ര സ്മൃതി വർണ്ണന ചുങ്കത്തറ ഓർത്തഡോക്സ് കൺവെൻഷനോടനുബന്ധിച്ച് ഒരു ദിവസം മുഴുവൻ അതിനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. പാമ്പാടി തിരുമേനിയുടെ അനുസ്മരണ പ്രസംഗം നിർവഹിക്കാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് സാറും ഞാനും റമ്പാച്ചനും ഇഞ്ചക്കാട്ടച്ചനും കൂടെ ഒരു ഇന്നോവ കാറിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂരേക്ക്. 9 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര. അതിനിടയിൽ വിരസത മാറാനായിട്ട് ഈ സിറിയക് തോമസ് സാറ് നല്ല ഫലിതപ്രിയനാണ്. അദ്ദേഹവും ഇഞ്ചക്കാട്ടച്ചനും ഒക്കെ ഏറെ ഫലിതങ്ങളൊക്കെ പറയും. എല്ലാം പള്ളി നർമ്മങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. അച്ഛന്മാരെ പറ്റിയും ഒക്കെയുള്ള കഥകളും ഒക്കെ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ഞങ്ങൾ ആർത്താർത്ത് ചിരിച്ചിങ്ങനെ പോവുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും റമ്പാച്ചനൊന്ന് ഉറക്ക ചിരിക്കില്ല. ഒരു സന്യസ്തൻ്റെ മിതത്വമെല്ലാം പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ യാത്രയിലും മടക്കയാത്രയിലുമെല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എന്നുള്ളതും ഒരു സാക്ഷ്യം പോലെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം വളരെയധികം അധ്വാനിച്ചു. തൻ്റെ ഗുരുവിൻ്റെ പ്രശസ്തി ലോകമെങ്ങും വ്യാപിപ്പിക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഗുരുവിനെ അതേപടി അനുകരിക്കാനായിട്ട് തൻ്റെ ബലഹീനതകൾക്കിടയിലും അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഖബറെങ്കിൽ എഴുതി വച്ചിട്ടുണ്ട് 2 തീമോത്തിയോസ് 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം
എനിക്കായി വച്ചിരിക്കുന്നു. നമുക്കെല്ലാം അറിയാം, റമ്പാച്ചനെ സംബന്ധിച്ച് തികച്ചും അന്വർത്ഥമാണ് ആ വാക്യം. ഞാൻ തുടങ്ങിയിടത്തേക്ക് മടങ്ങട്ടെ. ഡൽഹിയിലെ സൂര്യഘടികാരത്തിൻ്റെ അടുക്കൽ എഴുതി വച്ചിട്ടുണ്ടല്ലോ, ദ ഷാഡോ പാസസ് ബട്ട് ദ ലൈറ്റ് റിമെയിൻസ്. നിഴലുകൾ നീങ്ങിപ്പോകും, പക്ഷേ വെളിച്ചം അവശേഷിക്കും. പാമ്പാടി തിരുമേനിയുടെ വെളിച്ചം, ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വെളിച്ചം റമ്പാച്ചനിൽ അത് വളരെയധികം പ്രകടമായിരുന്നു. നിഴലുകളായിട്ടുള്ള നമ്മുടെ മനുഷ്യജീവിതമൊക്കെ നീങ്ങിപ്പോയാലും ആ പ്രകാശം അവശേഷിക്കും. അങ്ങനെയുള്ള പ്രകാശം അവശേഷിപ്പിച്ച് കടന്നുപോയ വന്യ റമ്പാച്ചൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ എളിയ പ്രണാമങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.